2018-2019 വർഷങ്ങളിൽ വളരെയേറെ പ്രചാരത്തിൽ വന്നൊരു ഭക്ഷണ ക്രമീകരണമാണ് കീറ്റോ ഡയറ്റ്. കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ്, അതായത് അന്നജത്തിൻ്റെ അളവ് കുറവും കൊഴുപ്പിൻ്റെ അളവ് കൂട്ടിയ ഒരു ഭക്ഷണ രീതിയാണ് നമ്മൾ കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത്. ഈ കീറ്റോ ഡയറ്റ് പെട്ടെന്നുണ്ടായി വന്നൊരു ഭക്ഷണ രീതിയല്ല. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഏർലി 1920s. ഇത് എപ്പിലെപ്റ്റിക് ആയിട്ടുള്ള അപസ്മാരബാധ രോഗബാധിതരായ കുട്ടികളിലാണ് ഇത് ആദ്യം പരീക്ഷിച്ചു തുടങ്ങിയത്. ഇത് രൂപകൽപ്പന അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ തന്നെ എപ്പിലെപ്റ്റിക് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫാറ്റ് ശരീരത്തിൽ കൂടുതലായി ബ്രേക്ക് ഡൗൺ നടക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിൽ കൊഴുപ്പ് കുറയുന്നു. അപ്പോൾ ശരീരത്തിൽ കൊഴുപ്പ് കുറയുമ്പോൾ അത് തീർച്ചയായിട്ടും വെയിറ്റ് ലോസിലോട്ട് എത്തുന്നു. ഇതാണ് കീറ്റോ ഡയറ്റിൽ സംഭവിക്കുന്നത്. അപ്പോൾ വളരെ വേഗത്തിൽ ശരീരഭാരം കുറയ്ക്കുന്നു എന്നുള്ളതാണ് കീറ്റോ ഡയറ്റിൻ്റെ ഒരു പ്രത്യേകത. കീറ്റോ ഡയറ്റിൽ പ്രധാനമായിട്ടും കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണ സ്രോതസ്സുകളാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും അധികം കൊഴുപ്പടങ്ങിയിട്ടുള്ള പാൽ ഉൽപ്പന്നങ്ങൾ, അതായത് ഹൈ ഫാറ്റ് ഡയറി പ്രോഡക്ട്സ്, മീറ്റ് ആൻഡ് മീറ്റ് പ്രോഡക്ട്സ്, അതും പ്രത്യേകിച്ച് റെഡ് മീറ്റ്സ്, ചുവന്ന ഇറച്ചി, പിന്നെ മുട്ട, ഓയിൽ, നട്ട്സ് എല്ലാം തന്നെ, ബട്ടർ, ചീസ്, ഡയറി പ്രോഡക്ട്സ്. അപ്പോൾ ഇതൊക്കെ തന്നെ കൊഴുപ്പിൻ്റെ സ്രോതസ്സുകളാണ്. സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ് കൂടുതൽ ഇതിൽ വരുന്നത്. പിന്നെ കൊഴുപ്പിൻ്റെ ഒരു പ്രത്യേകത, ഫാറ്റ്സിൻ്റെ ഒരു ഫങ്ഷൻ തന്നെ അതിൻ്റെ പലറ്റബിലിറ്റിയാണ്. ഭക്ഷണത്തിൽ ടേസ്റ്റ്, ഫ്ലേവർ എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഭക്ഷണത്തിൻ്റെ രുചി കൂട്ടാൻ സഹായിക്കുന്നു. അപ്പോൾ കീറ്റോ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഇത് മൊത്തം കൊഴുപ്പാണ്. അപ്പോൾ വളരെ ഇഷ്ടമുള്ള ഭക്ഷണം രുചിയോടെ കഴിച്ച് തൂക്കം കുറയ്ക്കാം, ശരീരഭാരം കുറയ്ക്കാം, അതും വ്യായാമം ഇല്ലാതെ ശരീരഭാരം കുറയ്ക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയധികം ഫോളോവേഴ്സ് ഉള്ളതും അതിൻ്റെ പോപ്പുലാരിറ്റി, ഇത് ഒരു വൻ പ്രചാരണത്തിൽ വന്നതും അതുകൊണ്ടാണ്. ഡയബറ്റിക് പേഷ്യൻസിൽ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോളിൽ വരുന്നു എന്നുള്ളതാണ് ഒന്ന് പറയുന്നത്. അതുപോലെ ഫാറ്റി ലിവർ കുറയുന്നു. ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു മറുവശമുണ്ട്, അതിൻ്റെ സൈഡ് ഇഫക്ട്സ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ്. കീറ്റോ ഡയറ്റ് എടുക്കുന്ന പേഷ്യൻസിൽ വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്നത് ലിപ്പിഡ് പ്രൊഫൈൽ വളരെ കൂടി കാണാറുണ്ട്. അതായത് LDL, VLDL, ടോട്ടൽ കൊളസ്ട്രോൾ എല്ലാം ക്രമാതീതമായിട്ട് കൂടാറുണ്ട്. അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, അതായത് ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുകയും കൊഴുപ്പ് ബ്രേക്ക് ഡൗൺ ആവുന്നത് വഴി ഒരുപാട് കീറ്റോൺസ് അക്യുമുലേറ്റ് ചെയ്ത് കീറ്റോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, അത് വളരെ ഫേറ്റലായിട്ടുള്ളൊരു കണ്ടീഷനാണ്. അതുപോലെ ഹൈപ്പോഗ്ലൈസീമിയ, രക്തത്തിൽ പഞ്ചസാരയുടെ അളവിൽ വളരെയധികം അതും ഒരു സീരിയസ് കോംപ്ലിക്കേഷൻ ഓഫ് ഡയബറ്റിസ് ആണ്. പിന്നെ യൂറിക് ആസിഡ്, കോമൺ ആയിട്ട് കാണുന്നത് യൂറിക് ആസിഡ് കൂടുന്നു എന്നുള്ളതാണ്. അതുപോലെ റീനൽ സ്റ്റോൺസ്, ഗോൾ ബ്ലാഡർ സ്റ്റോൺസ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, പിന്നെ ഇൻറ്റെസ്റ്റിനൽ കോൺസ്റ്റിപ്പേഷൻ, പിന്നെ ഇത് കീറ്റോ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ കീറ്റോ ഫ്ലൂ, കീറ്റോ റാഷസ്, ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സൈഡ് ഇഫക്ട്സ് ആണ്. ഇനി ഇത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവരിലെല്ലാം പോഷകാഹാരക്കുറവ്. നമ്മളെപ്പോഴും വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് വളരെ കോമൺ ആണ്. അതായത് വളരെ സൂക്ഷ്മ മൂലകങ്ങൾ, പോഷകഘടകങ്ങൾ കുറഞ്ഞ് കാണാറുണ്ട്. അതുപോലെ ആൻറ്റി ഓക്സിഡൻസ്, രോഗപ്രതിരോധ ശക്തി കൂട്ടുന്ന അത് കുറവാണ്. വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, ഇതെല്ലാം വളരെ സർവ്വസാധാരണമായിട്ട് കീറ്റോ ഡയറ്റ് എടുക്കുന്നവരിൽ കാണാറുണ്ട്. ഒരു കീറ്റോ ഡയറ്റിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു ഡോക്ടറിനെ കണ്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ മനസ്സിലാക്കി വേണം അത് ചെയ്യാൻ. അത് മാത്രമല്ല, ഒരു ക്വാളിഫൈഡ് ഡയറ്റീഷ്യനെ കണ്ട് നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചുള്ള ഒരു ഭക്ഷണ രീതി മനസ്സിലാക്കി അത് ശീലമാക്കുകയാണ് വേണ്ടത്.